ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ 200 രൂപ താഴെയുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനൊക്കെ പണ്ട് ലിപ്സ്റ്റിക് വാങ്ങുന്ന സമയത്തൊക്കെ 200 രൂപയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്റെ പൊന്നെ, ഒരു ലിപ്സ്റ്റിക്കിന് 200 രൂപയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഞാൻ വാങ്ങുന്ന ലിപ്സ്റ്റിക്ക് 45 രൂപ, 55 രൂപ, അങ്ങനത്തെ ഒരു പച്ച കളർ ലിപ്സ്റ്റിക് ഇല്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ചുണ്ടിലടിക്കുമ്പോൾ പിങ്ക് കളർ ആവുന്ന ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കാം. ഇതുപോലത്തെ ലിപ്സ്റ്റിക് ഒക്കെയാണ് 10 രൂപ, ഇതുപോലത്തെ ലിപ്സ്റ്റിക് ഒക്കെയാണ് പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടിരുന്നത്. ഇപ്പോഴാണ് കാലം മാറിയപ്പോൾ ചേഞ്ച് ആയപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ വില കൂടിയതൊക്കെ വാങ്ങുന്നത് കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കുറച്ച് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 200 രൂപയിൽ താഴെ വരുന്ന ലിപ്സ്റ്റിക് ആണ്. 200 രൂപയുടെ മുകളിൽ വരുന്ന ലിപ്സ്റ്റിക്കും ഉണ്ട്, അതിപ്പോ ഞാൻ കാണിക്കുന്നില്ല. കാരണം എപ്പോഴും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു 200 രൂപ 100 രൂപയൊക്കെ ആയിരിക്കണം കേട്ടോ. കാരണം എല്ലാവർക്കും മറ്റേ 500 600 രൂപയുടെ ലിപ്സ്റ്റിക് എല്ലാ പ്രാവശ്യം വാങ്ങാൻ പറ്റണമെന്നില്ല അല്ലെ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വാങ്ങാൻ പറ്റണമെന്നില്ല. സോ 200 രൂപ താഴെയുള്ള ലിപ്സ്റ്റിക് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് കളക്ഷൻസ് കണ്ടാലോ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ട് കറന്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. യെസ്, ഇതാണ് ഷുഗർ പോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക് ആണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾ 200 രൂപയുടെ ലിപ്സ്റ്റിക്കും വേണം എന്നാ 24 മണിക്കൂറും ലോങ് ലാസ്റ്റിംഗ് വേണം എന്നൊന്നും ചോദിക്കരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, അത്രയും റേറ്റ് കുറഞ്ഞ ലിപ്സ്റ്റിക് ആകുമ്പോൾ വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നും കിട്ടില്ല. പിന്നെ ഫുഡ് കഴിച്ചാലൊക്കെ പോവും, അത് നമ്മൾ അടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ലോങ് ലാസ്റ്റിംഗ് വേണം എന്നുണ്ടെങ്കിൽ വില കൂടിയ ലിപ്സ്റ്റിക് എന്തായാലും വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ലിപ്സ്റ്റിക് ഞാൻ പറഞ്ഞു ഷുഗർ പോപ്പിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഇപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റ്. ഞാൻ എവിടെ പോയാലും അടിക്കുന്ന ലിപ്സ്റ്റിക് ആണിത്. ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. 08 കോഫി ക്രേസ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. അപ്പൊ നമുക്ക് ലിപ്പില് അടിച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ കളറാണെന്ന് നോക്കി. ഫേസിന് ആ ഒരു ബ്രൈറ്റ്നെസ് വന്നില്ലേ. ഇത് ഒരുപാട് റെഡും അല്ല എന്നാ ഒരുപാട് ന്യൂഡും അല്ലാത്ത ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയില്ലേ. കണ്ടോ, മുത്തം വെച്ചിട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കുകൾ തുടച്ചാലും മായ്ച്ചാലും പോകും എന്നുള്ളത്. ഇല്ല കേട്ടോ, ഇത് പോവാത്ത ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഇതിന്റെ റേറ്റ് വരുന്നത് 180 ആണ് കേട്ടോ. 180 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാ ആപ്പിലും അവൈലബിൾ ആണ്. ഇനി അടുത്ത കുറച്ച് റെഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ലിപ്സ്റ്റിക് ആണ്. ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ഒരു മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് 22 ഹെവൻലി എന്നാണ് ഷെയ്ഡ് നമ്പർ കേട്ടോ. നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യൂല, എനിക്ക് റെഡ് അത്രക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് ന്യൂഡിന്റെ കൂടെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാറുണ്ട്. കണ്ടത് ഭയങ്കര കളറാണ് ആക്ച്വലി. ഞാനൊരു ഇച്ചിരി താഴ്ത്ത് മാത്രമേ ഇട്ടുള്ളൂ, ബാക്കി കൈകൊണ്ട് സ്പ്രെഡ് ചെയ്യാം. നല്ലൊരു ഷെയ്ഡാണ്, പക്ഷെ ഇത്രയും കട്ടിയുള്ള ഷെയ്ഡ് ഞാൻ അടിക്കില്ല ഗൈസ്. ഇതിന്റെ റേറ്റ് ഭയങ്കര കുറവാണ്, 110 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ എന്റെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം തീർന്നു പോയതാണ്. ഈ ഒരു ഷെയ്ഡ് ഞാൻ അടിക്കാത്തോണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ വരുന്ന ഒരു ഷെയ്ഡാണ്. റെഡും അല്ല പിങ്കും അല്ല, അതിന്റെ ഇടക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, പോകുന്നൊന്നുമില്ല. കിസ് പ്രൂഫ് ആണ്, സ്പഞ്ച് പ്രൂഫ് ആണ്. നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് മായ്ച്ച് കളയണമെങ്കിൽ ഇങ്ങനെ വലിച്ചൊക്കെ തുടക്കേണ്ടി വരും. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് അടിക്കാത്തത് കൊണ്ടാണ് എനിക്ക് എന്തോ പോലെ തോന്നുന്നത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊക്കെ ഫേസ് ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഷെയ്ഡ് അത്രക്ക് ഇഷ്ടമല്ല. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷന് ന്യൂഡിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അടിക്കാറുണ്ട്. അടുത്ത ലിപ്സ്റ്റിക് ആണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മാർസിന്റെ കൂപ്സൂരത്ത് കുച്ചിപ്പൊടിയാണ് കേട്ടോ. എല്ലാവരും ഈ കുച്ചിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണ്. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കണ്ടോ, ഒരുപാട് കളർ തോന്നിക്കുന്നില്ല എന്നാൽ ഒരുപാട് കളർ കുറവുമില്ല. ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന കളറാണ് കേട്ടോ. നല്ല കളറാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഏകദേശം ഉള്ളത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെ തന്നെയാണ് കേട്ടോ. ബ്രൗൺ, അതുപോലെ ന്യൂഡ് കളറൊക്കെയാണ് എന്റെ കൂടുതലുള്ളത്. ഞാൻ റെഡൊന്നും പിങ്കും അങ്ങനെയൊന്നും അടിക്കാറില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 180 റുപ്പീസ് ആണ്. ആ ഒരു റേറ്റിന് അഫോർഡബിൾ ആണ്. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ചൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ചൊക്കെ മാറുന്നുണ്ട്, കളർ ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഷെയ്ഡാണ്.
ചുണ്ടിലിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് അല്ല, ഒരു മാറ്റ് ആയിട്ട് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് കുച്ചിപ്പുടിയുടെ കൂട്ടുകാരനാണ് കേട്ടോ. മാർസിന്റെ സെയിം ലിപ്സ്റ്റിക് ആണ്, പക്ഷെ വേറെ ഷെയ്ഡാണ്. ജസ്റ്റി സുംബ എന്നാണ് ഷെയ്ഡിന്റെ പേര്. എനിക്ക് തോന്നുന്നു ബ്രൗൺ സ്കിൻ ടോണൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഈ ബ്രൗൺ ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ റിട്ടേൺ കൊടുത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇതാണ് ഷെയ്ഡ്. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് അടിക്കാറില്ല. ഈ ഷെയ്ഡിന്റെ പേര് സെസ്റ്റി സുംബ എന്നാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 180, ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ എല്ലാ ലിപ്സ്റ്റിക്കും വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതും അതുപോലെ തന്നെയാണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്, എന്നാലും കുറച്ചൊക്കെ സ്മഡ്ജ്. അടുത്തത് കാണിക്കാൻ പോകുന്നത് വെറും 114 രൂപയ്ക്ക് ഞാൻ നൈക്കന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. LA18 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, പക്ഷെ സംഭവം ഇനിയും തീർന്നു. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഈ LA18 എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കും പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഈ ഷുഗർ പോപ്പ് ലിപ്സ്റ്റിക്കും, ഇത് രണ്ടുമാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് കേട്ടോ. ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. ഇത് തീർന്നേക്കുന്നതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വൈകാണ്ട് ഞാൻ ഇത് വാങ്ങും. അപ്പൊ ഞാൻ അടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ചുണ്ടില് ഇട്ടപ്പോ തന്നെ അബ്സോർബായി. കണ്ടോ, സെറ്റായി. കണ്ടോ, സെറ്റായി പോയ ലിപ്സ്റ്റിക് ആണ്. എന്റെ ഫേവറേറ്റ് ആണ്. ഇനി പൈസ കിട്ടുമ്പോ ഇത് വാങ്ങണം. ഇത് ഒരുപാട് കട്ടിക്കടിച്ചാലും ഈ ഒരു കളർ തന്നെ ആയിരിക്കും വരുന്നത്. ഒരുപാട് ലിപ്സ്റ്റിക് അടിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് ഇതുപോലത്തെ ലിപ്സ്റ്റിക് ഒക്കെ ഇഷ്ടാവും കേട്ടോ. അപ്പൊ ഇത് LA18 ആണ് ലിപ്സ്റ്റിക്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 20 വുഡ് എന്നാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 114 രൂപ 120 രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ. അടുത്തതും ഇൻസൈറ്റിന്റെ 100 രൂപയുടെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ വരുന്നത് 10 ആണ്, 01 ആണ്. ജോയ്ഫുൾ. ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് കുറച്ചും കൂടി ഒരു കോഫി കളർ ആയി പോയി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, ഇത് വേറൊരു ഷെയ്ഡാണ്. ഇതുപോലത്തെ അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതിന് റേറ്റ് 100 രൂപയേ ഉള്ളൂ. ജോയ്ഫുൾ എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല ഷെയ്ഡാ, പക്ഷെ ഞാൻ അത്ര കടിക്കാറുണ്ട്. ആൻഡ് ഗൈസ്, ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാൻ കാണിക്കാൻ പോകുന്നത് മാർസിന്റെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മാർസ് ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് തോന്നുന്നുണ്ട്. കാരണം മാർസിന്റെ എല്ലാം അഫോർഡബിൾ റേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ആളുകൾ മാർസിലോട്ട് എപ്പോഴും മാർസ് ലിപ്സ്റ്റിക് എല്ലാം വാങ്ങുന്നത്. ഇത് മാർസിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് 07 റസ്റ്റി റോം എന്നാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം എനിക്കൊരു ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഞാൻ അത് മാത്രം യൂസ് ചെയ്യുള്ളൂ. എനിക്കിപ്പോ ഈ കാണിച്ച 2 ലിപ്സ്റ്റിക്കും കണ്ടോ, ഈ 2 ലിപ്സ്റ്റിക്കുമാണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ ഇത് മാറി മാറി ഞാൻ ഉപയോഗിക്കും. വേറെ എന്തൊക്കെ വന്നാലും ഇതിന്റെ തട്ട് അവിടെ താന്ന് തന്നെ ഇരിക്കും. അടിച്ചപ്പോ കൂടിപ്പോയി ഗൈസ്. ആക്ച്വലി ഇത് നല്ല ഷെയ്ഡാണ്, പക്ഷെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ലിപ്പ് കുറച്ച് ഡ്രൈ ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. കണ്ടോ കണ്ടോ, കുറച്ച് ഡ്രൈയിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ 200 രൂപക്കൊക്കെ അവര് മറ്റേ മാക്കും അല്ലാത്ത ലിപ്സ്റ്റിക് തരാൻ പോവാണല്ലോ. എന്തായാലും ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ്. നിങ്ങൾക്ക് ഇതിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൈഡിലും കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ലൈവായിട്ട് ഞാൻ അപ്ലൈ ചെയ്തും കാണിച്ചു തന്നിട്ടുണ്ട്. 200 രൂപ താഴെയുള്ളതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഇത് വാങ്ങാൻ വേണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഗൈസ്, എന്റെ ചാനൽ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. പെട്ടെന്നാണ് 20K ഞാൻ ഒരു കേറുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്നത്. എന്നെ ചീത്തയൊന്നും പറയരുത്. എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് ഒക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും വരാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ ദിവസം ആരൊക്കെ കമന്റ് ചെയ്തു നീ പോടി, ഞാൻ പറഞ്ഞു നീ പോടി തിരിച്ചു പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് സങ്കടമായി.
അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഒന്നും നിങ്ങൾ എന്നെ പറയരുത് ഗൈസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ടല്ലേ ഞാൻ വരുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ലിപ്സ്റ്റിക് കളക്ഷന്റെ വീഡിയോസ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.